ഇറാന്റെ പ്രധാനപ്പെട്ട യുറേനിയം കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കാൻ അമേരിക്കയുടെ സഹായം വേണം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പരസ്പര വിരുദ്ധമായാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ പലതും. അമേരിക്കയോട് ഇറാനെ തകർക്കാൻ പ്രധാനമായും ഇസ്രായേൽ ചോദിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. കാരണം ഇറാന്റെ പല മേഖലകളിലായി ഉള്ള യുറേനിയം നിക്ഷേപ സ്ഥലങ്ങളുണ്ട്. അത് വലിയ തോതിൽ പർവ്വത നിരകളിൽ നിന്നും 90 അടി താഴ്ചയിൽ ഉള്ള ഒരു ഫോർദോ എന്ന് പറയുന്ന യുറേനിയം ഡെപ്പോസിറ്റ് ഉള്ള സ്ഥലമുണ്ട്. ആണവ നിലയങ്ങളിൽ ഒന്നാണ്. അതാണിപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. നേരത്തെ ടെഹ്റാനിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. 400-ലധികം പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ടെല്ലവീവിൽ നടന്ന പ്രത്യാക്രമണം എന്ന് പറയുന്നത് അതിരൂക്ഷമായിരുന്നു. അവർ